സ്റ്റുഡിയോയിലേക്ക് എത്തുമ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ. പ്രത്യേകിച്ച് സംസ്ഥാനത്തൊട്ടാകെയുള്ള മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ് തിരുവനന്തപുരം നഗരത്തിലെയും ഒപ്പം മലയോര പ്രദേശങ്ങളിലെയും ഒക്കെ കാലാവസ്ഥ? വിനിഷയ്ക്ക് അറിയാം, നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മഴ പെയ്തു, പക്ഷേ ഇന്ന് രാവിലെ സുന്ദരമായ കാലാവസ്ഥയാണ്. ഈ നഗരപ്രദേശങ്ങളിലും ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപോലത്തെ കാലാവസ്ഥ തന്നെയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മലയോര മേഖലയിൽ ചെറിയ മഴ രാവിലെ ഉണ്ടായതൊഴിച്ചാൽ രാവിലെ പ്രശാന്ത സുന്ദരമായ കാലാവസ്ഥയാണ് തിരുവനന്തപുരത്ത്. സാധാരണ ജില്ലാ കളക്ടർമാർ അവധി കൊടുക്കുമ്പോൾ മഴ മാറുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ മഴയുടെ ലൈവിന് വേണ്ടി തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് മഴയില്ല. എന്നാൽ പൊതുവിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വരുന്ന 5 ദിവസക്കാലം തുടർച്ചയായി മഴയുണ്ടാകും എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഒപ്പം തന്നെ നമുക്ക് അതിനൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ മഴയ്ക്കൊപ്പം 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഈ കാറ്റ് മലയോര മേഖലകളിലും ഒപ്പം തന്നെ തീരപ്രദേശത്തും വലിയ തരത്തിലുള്ള ആഘാതമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തിരമാല ഉണ്ടാവും. ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീഴുന്നതിനും മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടെ കാണണം. ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ നമുക്ക് 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിൽ ഉണ്ട്. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകൾ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് അവസാനത്തെ കാലാവസ്ഥ അപ്ഡേഷൻ. ബംഗാൾ ഉൾക്കടലിലും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലും രൂപം കൊണ്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത ആയി പറയുന്നത്. അത് തീവ്ര മഴയായി വരുന്ന 5 ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുന്നറിയിപ്പ് തുടരുന്നത്. നാം മുന്നറിയിപ്പിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ മഴയെ സംബന്ധിച്ച് പറയുമ്പോൾ കൃത്യമായ മഴ ലഭിക്കുന്നത് മാത്രമല്ല, ഒപ്പം വരുന്ന കാറ്റ് ആണ് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാറ്റും ഈ തുടർച്ചയായി ഒരേ പ്രദേശത്ത് അതിശക്തമായി പെയ്ത് വീഴുന്ന മഴയും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. യാത്രകളിൽ, പ്രത്യേകിച്ച് രാത്രി യാത്രകളിലും ഒപ്പം തന്നെ തീരപ്രദേശത്തും വിനോദസഞ്ചാരികളൊക്കെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇപ്പോഴും നിലവിലുണ്ട്. വിനീഷ.